എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ദമ്പതികളുടെ നിയമ പോരാട്ടം ഒടുവിൽ വിജയം കണ്ടു. നെഗറ്റീവായിട്ടും കോവിഡ് ചികിത്സ നൽകിയ സംഭവത്തിൽ 5 ലക്ഷം രൂപ നൽകാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവ്. കോടതി വിധിയിലൂടെ നീതി ലഭിച്ചെന്ന് ദമ്പതിമാർ എ+ വിഷനോട് പറഞ്ഞു. മലപ്പുറം ഏറനാട് മണ്ഡലത്തിലെ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ സ്വദേശി സോജി റെനി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ നൽകിയ പരാതിയിലാണ് ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. 2021 മെയ് 26 കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ് പരാതിക്കാരി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ഉടൻ ആന്റിജൻ ടെസ്റ്റ് നടത്തി. ഇൻഡിറ്റർമിനേറ്റഡ് എന്നായിരുന്നു റിസൾട്ട് വന്നത്. കോവിഡ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഉടൻ തന്നെ RT-PCR ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ തന്നെ വിവരം അറിയിച്ചില്ലെന്ന് പരാതിക്കാരിയായ സോജി പറയുന്നു. പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് ആണെന്ന റിസൾട്ട് കാണിക്കാൻ തന്നെ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ലെന്ന് സോജിയുടെ ഭർത്താവ് റെനി പറഞ്ഞു. കോവിഡ് ബാധിച്ച് അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന രോഗികളുടെ റൂമിലേക്ക് സോജിയെയും മാറ്റി. ഒറ്റമുറി അനുവദിച്ചു തരണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. പിന്നീട് കോവിഡ് നെഗറ്റീവായ സോജിയെ കോവിഡ് രോഗിയാക്കാനുള്ള തീവ്ര ശ്രമമാണ് ആശുപത്രി അധികൃതരും ഡോക്ടറും നടത്തിയതെന്ന് സോജിയും റെനിയും പറയുന്നു. രോഗിയുടെ സ്ഥിതി ഗുരുതരമാണെന്നും മറ്റു മാർഗങ്ങൾ ഇല്ലെന്നും കരുണക്കൊന്ത ചൊല്ലാനും തന്നോടും മകനോടും ഡോക്ടർ പറഞ്ഞതായി റെനി പറഞ്ഞു. ഇതോടെ താൻ ബലമായി ഡിസ്ചാർജ് വാങ്ങി മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയതിനാലാണ് ഭാര്യയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും റെനി പറഞ്ഞു. 2021 ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ഈ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനുണ്ടായത്. നമ്മൾ ഈ വിധി വന്നിരിക്കുന്നത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു നഷ്ടപരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഫണ്ടിനെ ഈ നഷ്ടപരിഹാരത്തെക്കാളും കൂടുതൽ ഇതിന് വന്നിരിക്കുന്ന മോട്ടീവ്, ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ആ ഡോക്ടേഴ്സിനും ആ ഹോസ്പിറ്റലിനും നടത്തിയിരിക്കുന്ന ഒരു അധാർമികമായ പ്രവൃത്തി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേസ് കൊടുക്കാനുള്ള കാരണം ഉണ്ടായിരിക്കുന്നത്. 2021 ഞങ്ങൾ എൻ്റെ വൈഫിനൊരു കിഡ്നി സംബന്ധമായ ചെറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അന്ന് കോവിഡിൻ്റെ പീക്ക് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് കഴിയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 2021 ഞങ്ങളിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത്. ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ എറണാകുളത്തുള്ള സമയത്ത് സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലാണ്. നമ്മൾ ആ വിശ്വാസത്തിൽ അങ്ങോട്ട് ചെന്നു. കാഷ്വാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറയുന്നത് ഇത് അക്യൂട്ട് കോവിഡ് കേസാണ്, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ICUവിൽ കയറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് വിശദീകരിച്ചു കാര്യങ്ങൾ കോവിഡ് വരാനുള്ള ചാൻസസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേറെ അസുഖങ്ങൾ ആണ്, ഇത് കിഡ്നി സംബന്ധമായ ലക്ഷണങ്ങളാണ് കാണുന്നത്, നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ICUവിൽ ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റ് ചെയ്യണം, ഇത് കോവിഡ് ആണെന്നാണ് ഡോക്ടർ അപ്പോൾ തന്നെ നമ്മളോട് പറയുന്നത്. അപ്പം നമ്മളുടെ ആ സിറ്റുവേഷനിൽ ആൾ തീരെ വീക്കായി, ആൾക്ക് എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കോവിഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇത് കൺഫേം ചെയ്യണം, RT-PCR റിസൾട്ട് വന്ന് കൺഫേം ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നുള്ള റിക്വസ്റ്റിലാണ് ഞാൻ ആളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുകൊടുക്കുന്നത്. അന്നേരം ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഞാനും എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളോടും അവിടെ വേറൊരു റൂമിൽ നിങ്ങൾ റൂമെടുത്ത് നിങ്ങളവിടെ ഇരിക്കണം, നിങ്ങൾക്ക് എന്താ ഐസൊലേഷനിൽ ഇരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ റൂമെടുത്തോടെ സെപ്പറേറ്റ് ഒരു വാർഡിൽ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾക്ക് RT-PCRൻ്റെ റിസൾട്ട് വന്നു. ഞങ്ങൾ 3 പേരും നെഗറ്റീവാണ്. അപ്പോൾ ആ സമയത്തോട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു റൂമിലേക്ക് മാറ്റി ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഡോക്ടർക്ക് മെയിൻലി എന്തോ ഒരു ഉദ്ദേശമുള്ള കാര്യമാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾ ക്രിസ്ത്യാനികളിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, കരുണക്കൊന്ത എന്ന് പറയാം, ആൾക്കാർ മരിക്കാൻ പോകുമ്പോൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്.
അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥിച്ചോളൂ, ആളെപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. ഇതേപോലെ തന്നെ ICUയിൽ കിടക്കുന്നതിൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയി പറയുകയാണ്, നിങ്ങൾ അക്യൂട്ട് കോവിഡ് പേഷ്യൻ്റാണ്, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അപ്പോൾ നിങ്ങൾ ഈ കരുണക്കൊന്ന് ചെല്ലിക്കോളൂ. അപ്പോൾ ഇങ്ങനെ കൈകൂപ്പി മുകളിലേക്ക് നോക്കിയിട്ടാണ് ഈ ഡോക്ടർ ഇത് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് വളരെ സംശയമാണ് തോന്നിയത്. അപ്പം ഞങ്ങളെ ഇതിനെപ്പറ്റി ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ ഇമ്മീഡിയറ്റ്ലി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കുകയുണ്ടായത്. പക്ഷേ എന്നാലും ഇവർ ഷിഫ്റ്റ് ചെയ്യാതെ ഇവർ ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അവർ ആദ്യം തന്നെ കോവിഡ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം RT-PCR നെഗറ്റീവ് വന്നപ്പോൾ ശേഷവും വീണ്ടും ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സംശയം ബലപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ 2 ദിവസം അവരെ ഹോസ്പിറ്റലിൽ ICUയിൽ എൻ്റെ വൈഫിനെ കോവിഡ് സസ്പെക്ട് ICUയിൽ വൈഫിനെ അഡ്മിറ്റ് ചെയ്യുകയും ആ വൈഫ് കിടക്കുന്ന വാർഡിൽ ആ ഒരു ICUയിൽ മറ്റ് പല ബെഡിലും കിടന്ന കോവിഡ് പേഷ്യൻസ് മരിക്കുന്നത് വൈഫ് കാണുകയും ചെയ്യാണ്. ഒരു 3-4 പേര് അവിടെ മരിച്ചു പോയിട്ടുണ്ട് ആ ഒന്നേ ദിവസം 2 ദിവസം 2 നൈറ്റിലായിട്ട്. അപ്പോൾ അവർ നേഴ്സുമാർ വന്ന് പറയുന്നുണ്ട്, പേഷ്യൻ്റ് മരിച്ചുപോയി കോവിഡായിരുന്നു, ഈ പേഷ്യൻ്റ് മരിച്ചുപോയി കോവിഡായിരുന്നു. ആ സ്ഥലത്ത് എൻ്റെ വൈഫിന് അറിയില്ല അത് കോവിഡ് നെഗറ്റീവായി ഞാൻ എന്നുള്ള വൈഫിന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സമ്മതിക്കുന്നില്ല. അവർ പറയുന്ന കാര്യം കോവിഡ് പ്രോട്ടോക്കോൾ എന്ന് പറയും, ഒത്തിരി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വൈഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സമ്മതിക്കുന്നു, ഞങ്ങളെ വൈഫിനെ കാണാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വൈഫ് വിചാരിക്കുന്നത് ഞാൻ കോവിഡ് പേഷ്യൻ്റാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്നുള്ള കണ്ടീഷനാണ് വൈഫ് ഇരിക്കുന്നത്. കാരണം മറ്റ് പേഷ്യൻസൊക്കെ മരിക്കുന്നത് കാണുകയും ചെയ്യാണ്. അങ്ങനെയാണ് 2ാമത്തെ ദിവസം 2 നൈറ്റ് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ ICUയിലേക്ക് ബലമായിട്ട് ഞാൻ കയറി പോവുകയും എൻ്റെ വൈഫിനെ അവിടുന്ന് കാണുകയും ഫോഴ്സ്ഫുൾ ഡിസ്ചാർജ് മേടിച്ച് ഞാൻ അവിടുന്ന് പോവുകയും ചെയ്യുകയും ചെയ്തു. തനിക്ക് കോവിഡ് നെഗറ്റീവായിട്ടും നൽകിയത് കോവിഡ് രോഗികൾക്ക് നൽകുന്ന മരുന്നാണ്. കിഡ്നി രോഗികൾക്ക് ഈ മരുന്ന് നൽകാൻ പാടില്ലെന്ന നിയമവും ആശുപത്രിയും ഡോക്ടറും നിരസിച്ചുവെന്നും സോജി പറഞ്ഞു. ഇത് ഉപഭോക്തൃ കമ്മീഷനെ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിൽ പോയിരിക്കുന്നത്. ഡോക്ടറിന്റെ പേര് ഡോക്ടർ റോയ് ജോർജ് ഷാരൻ എന്നാണ്. അവിടുത്തെ ഒരു സീനിയർ ഡോക്ടറാണ്, MD മെഡിസിനാണ് അദ്ദേഹമാണ് എൻ്റെ വൈഫിനെ ട്രീറ്റ് ചെയ്തത്. ഇതൊരു സിംഗിൾ ഡോക്ടറായിട്ട് ഞാൻ കാണുന്നില്ല, പല ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇത് കോക്കസിൽ ഭാഗമാണെന്നാണ് ഞങ്ങളുടെ അന്നത്തെ പ്രവൃത്തി എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാരണം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങളെ വല്ലാതെ അങ്ങോട്ട് ഒലച്ചു കളഞ്ഞു. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ ICUയിലേക്ക് കിടത്തി അവർ വലിയൊരു തുക ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വൈഫിൻ്റെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വീണ്ടും ഒന്നും കൂടെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയും വൈഫ് റിക്കവർ ചെയ്ത് വരികയും ചെയ്തു. ആ ഒരു നേരം കൊണ്ട്, ആ സമയം കൊണ്ട്, ഒരു 10 ദിവസം 15 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 20-25 കിലോസ് വൈഫിൻ്റെ വെയിറ്റ് കുറയുകയും ഓൾമോസ്റ്റ് മരണത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 വർഷത്തോളം മറ്റ് പല ചികിത്സകളും ചെയ്തിട്ടാണ് വൈഫ് ബാക്ക് ടു നോർമലായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു സംഭവം ആർക്കും ഉണ്ടാവാതിരിക്കണം. ഇനി ആരും ഒരു ഡോക്ടേഴ്സും ഇതുപോലുള്ള അനീതി പ്രവർത്തിക്കരുത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് കേസിന് പോവുകയും ഇത് ഇവിടെ വരെ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ വാദം കമ്മീഷൻ തള്ളി, പരാതിക്കാരിയുടെ വാദങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഹിയറിംഗിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് കളിയാക്കുന്ന രീതിയിൽ DMO പറഞ്ഞതായും ഇവർ പറയുന്നു. ഏറ്റവും വിഷമമുണ്ടാക്കിയ സംഭവം ഇതാണ്. നമ്മള് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അവര് DMOയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. DMOയോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പം അവരൊരു ഗ്രൂപ്പിനെ വിട്ടു അന്വേഷിക്കാനായിട്ട്. അഡീഷണൽ DMO അതിന്റെ ലീഡറായിട്ടോ മറ്റോ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു. എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു എറണാകുളം മെഡിക്കൽ സെന്ററിൽ 10 മണിക്ക് എത്താൻ പറഞ്ഞു. എന്നിട്ട് അന്നൊക്കെ എനിക്ക് അത്ര ആരോഗ്യകരമായ അവസ്ഥയൊന്നും ഉള്ളതല്ല. എന്നിട്ടും ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാരണത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി. 10 മണിക്ക് അവിടെ എത്തി. ഇപ്പോൾ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ബാത്റൂമിൽ പോവാതെ അത്രയും നേരം ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്. EMCയുടെ ഓഫീസിലാണ്. ഒരു AC റൂമിൽ ഒരു എന്തോ കോൺഫറൻസ് ഹോളോ ഇതിലോ അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ നമ്മുടെ ഭാഗം കേൾക്കാൻ തയ്യാറാവുന്ന പോലുമില്ല.
അവരവിടെയുള്ളവരുടെ എല്ലാ മൊഴികളും ഒക്കെ എടുത്ത് 52 പേരെ വിസ്തരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മളെ ചോദിക്കുന്നൊന്നുമില്ല, നമ്മളെ പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അവരിങ്ങോട്ട് പറയാണ് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അഡീഷണൽ DMO എന്നോട് പറഞ്ഞ വാക്കുകളാണ്, ഡോക്ടർ ശ്രീദേവി, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ആയിട്ട് നടക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെട്ടില്ല. അവർക്ക് മനസ്സിലായി ഈ മെഡിസിൻ ഞങ്ങൾ കാണിച്ചു, ഞങ്ങളുടെ കയ്യിൽ ഡിസ്ചാർജ് സമ്മറി ഉണ്ട്, ഈ മെഡിസിൻസ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സീരിയസ് കോവിഡ് പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട മെഡിസിൻസ്, കിഡ്നി പേഷ്യൻ്റായ ഒരാൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്ത മെഡിസിൻസ് എല്ലാം കൂടെയാണ് കയറ്റിയിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും അവര് പിന്നെ അവസാനം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊരു അമ്മയല്ലേ, മനസ്സിലാവില്ലേ, സ്ത്രീയല്ലേ എന്ന് വരെ ചോദിച്ചു. എനിക്ക് സങ്കടം വന്നുപോയി. അതിനുശേഷം അവർ പറയും, അത് നിങ്ങൾ അവിടെ 48 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കോവിഡ് പോസിറ്റീവ് എന്നൊരു റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അവിടെ കിടക്കാൻ പറഞ്ഞതെന്ന് അവരെ ന്യായീകരിച്ച് പറയുകയാണ്. എനിക്കപ്പോൾ എനിക്ക് വിഷമം കൊണ്ട് എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല. ഇത്രയും ആന്റിവൈറൽ മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് 48 മണിക്കൂറിന് ശേഷം ഞാൻ പിന്നെ കോവിഡ് പോസിറ്റീവ് ആകുന്നത്, എൻ്റെ RT-PCR പോസിറ്റീവ് ആകുന്നതെന്ന് ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ആകെ തളർന്നു പോയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല. ഒരു പരിശോധനയിലും പരാതിക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ കോവിഡ് മരുന്ന് നൽകിയത് ന്യായീകരിക്കാനാവില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപയും കോടതി ചെലവിനായി 25,000 രൂപയും നൽകാനാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ വിധിച്ചത്. അഡ്വക്കേറ്റ് രേണുക ഗോപകുമാറാണ് പരാതിക്കാർക്കായി ഹാജരായത്. A+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's diapers.